നേരത്തെ പറഞ്ഞു ബിസിനസ്സിൽ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞു വിക്കിക്ക്. വിക്കി ഏതാണ്ട് 18 വർഷം മുൻപ് 100 ദിർഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഗൾഫിൽ പ്രവാസ ജീവിതം ആരംഭിച്ചത്. 100 ദിർഹം ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ്, 2 കാർ വാഷ്, ഒരു തോർത്ത്. അങ്ങനെ കാർ കഴുകിക്കൊണ്ടാണ് പ്രവാസ ജീവിതം ആരംഭിച്ച ആളാണ് എൻ്റെ കൂടെയുള്ള മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ. അന്ന് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ. അന്ന് 3500 ദിർഹത്തോളം ശമ്പളമുണ്ട്. അതിനിടയിലാണ് ഈ കാറ് കഴുകുന്ന പരിപാടി. അതായത് സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ കാശ്, എന്തൊക്കെ പറഞ്ഞാലും കാശ് ആവശ്യമാണ്. രാവിലെ ഫ്ലാറ്റിന് താഴെയുള്ള കാറുകൾ കഴുകിക്കൊണ്ടാണ് അദ്ദേഹം പ്രവാസ ജീവിതം തുടങ്ങിയത്. ഒരു ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 14 കാറുകൾ കഴുകും. അങ്ങനെ 14 കാറുകൾ കഴുകി കിട്ടുന്ന ആ വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. ഇന്ന് അതേ സ്ഥാനത്ത് 14 കാറുകൾ സ്വന്തമാക്കി. അന്ന് ആ കാറ് കഴുകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാശിയായിരുന്നു, എന്റെ ഗാരേജിൽ ഇതേ കാറുകൾ, ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്ന കാറുകളെല്ലാം എന്റെ ഗാരേജിൽ ഉണ്ടാവണം. വന്ന് ഇന്ന് ലോകത്ത് വിലപിടിപ്പുള്ള എല്ലാ കാറുകളും 14 കാറുകൾ സ്വന്തമാക്കി. ഏറ്റവും അവസാനമായി ഗുരുവായൂരപ്പന്റെ താർ കാറും സ്വന്തമാക്കി. അപ്പോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാനും അനീഷും സുജിത്തും കഴിഞ്ഞ 9 വർഷമായി ഏഷ്യാനെറ്റ് ന്യൂസ് ദുബായിയുടെ ഭാഗമാണ്. അവിടുന്ന് കോവിഡ് കാലത്താണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെയാണ് ഡിജിറ്റൽ മാധ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് 12ഓളം പേർക്കാണ് ഞങ്ങൾക്ക് 2ാം ജീവിതം നൽകാൻ കഴിഞ്ഞത്. അതൊക്കെ നിങ്ങളിപ്പോൾ AVയിൽ കണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, എങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കണം. സെൻസേഷൻ വാർത്തകൾക്ക് പിറകെ പോകാതെ, മഞ്ഞ നിറം കലർത്തിയ വാർത്തകൾക്ക് പിറകെ പോകാതെ, ആളുകളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ 1 വർഷം കൊണ്ട് എഡിറ്റോറിയൽ മാധ്യമ സ്ഥാപനത്തിലൂടെ ഞങ്ങൾക്കത് പൂർത്തീകരിക്കാനും സാധിച്ചു. ഏതാണ്ട് 5 വർഷത്തോളം ഇന്ത്യ വിഷനിൽ ന്യൂസ് റീഡർ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഏകദേശം 2008 സാർ പോസിറ്റീവ് റിലീസായത്. പോസിറ്റീവിലെ നായിക കൂടിയായിരുന്നു അനന്യ. അത് VKP സാറിന്റെ അനന്യയുടെ ഇന്റർവ്യൂ ഞാൻ എടുക്കുകയായിരുന്നു ഇന്ത്യ വിഷനിലെ മോർണിംഗ് ഷോയിൽ. അത് VKP സാർ സംസാരിച്ചു, നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് OTT സിനിമ ആണ് പ്രാന്താന്ന് വിചാരിച്ചു. നമ്മള് ചർച്ച കഴിഞ്ഞിട്ടാകുമ്പോൾ പറഞ്ഞു, പിന്നെ OTT ഇരുന്ന് വീട്ടിനകത്ത് സിനിമ ആണ്, തിയേറ്റർ പോകാതെ എന്ന് പറഞ്ഞ്. ഏതാണ് വർഷം? 2008. ആദ്യമായി ഡിജിറ്റലിലൂടെ മലയാളികൾക്ക് സിനിമ ആസ്വാദനത്തിന്റെ വേറിട്ട വഴി തുറന്നു തന്ന അതേ സംവിധായകൻ തന്നെ ഞങ്ങളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. Thank you. We call it JAMA. JAMA ഇത് ഇതുവരെയുള്ള ബാക്കിയുള്ളതിനെയൊക്കെ ജാം ചെയ്യാനല്ല, അവരുമായിട്ട് ചേർന്ന് ജാം ചെയ്ത് മുന്നോട്ട് പോകാനും കൂടി വേണ്ടിയിട്ടാണ് JAMA. Sir, please, if everyone could come in. JAMA എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ആണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് തരും